ചേട്ടാ ഇന്ന് ബിഗ് ബോസ് ഷോയിൽ കയറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിക്കുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഒരു ര- കപ്പ് ഒന്ന് രണ്ട് 100 സിനിമ ദിവസം. അതായത് അതുണ്ട് അത് കറക്റ്റ്. ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയിച്ച് കിട്ടാത്ത ഫെയിം എനിക്ക് ബിഗ് ബോസിൽ പോയാൽ കിട്ടും. രണ്ട്, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എനിക്ക് നിരവധി സിനിമകൾ കിട്ടും. ഇത് തെറ്റിദ്ധാരണയാണോ പൊട്ടബുദ്ധിയാണോ? ബോസ് ശരിക്കും പറഞ്ഞാൽ ബർമുഡ ട്രയാങ്കിൾ അതിൻ്റെ അകത്ത് പോയവരൊക്കെ ആകെപ്പാടെ കുത്തി. പിന്നീടൊന്നും നിങ്ങളുടെ അഡ്രസ്സ് പോലും കാണാറില്ല പലരുടെയും. സത്യം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലവരൊക്കെ ഭയങ്കര പ്രതീക്ഷയൊക്കെ ഉയർത്തിയിട്ട് പിന്നെ ഇവരുടെ പേരേ കാണുന്നില്ല. അതിനു മുമ്പൊക്കെ അവർ സജീവമായിട്ട് വന്നവരായിരിക്കും. ഇന്നവരാ. എനിക്ക് തോന്നുന്നത് ഒരു ബർമുഡ ട്രയാങ്കിളാണ് അതിൻ്റെ അകത്തൊക്കെ വീണവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ചിലവരൊക്കെ രക്ഷപ്പെട്ടു പോയെന്ന് മാത്രമേ ഉള്ളൂ. വിരലിലുണ്ടാന്ന് വരെ. അപ്പം ഞാൻ പറഞ്ഞത് അത് ഒരു പർട്ടിക്കുലർ ടൈമിലുള്ളൂ ഈ ഷോയുടെ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പം ആ ഷോയുടെ സമയത്ത് ഇവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവർ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ചായ കുടിച്ചാലും ഒക്കെ ഭയങ്കര റീച്ചായിരിക്കും. പിന്നെ ഒരു 5 മാസം കഴിയുമ്പോൾ കാണാൻ ഒന്നും ഉണ്ടാവില്ല. അതല്ല, അത് കല എന്ന് വെച്ചാൽ ഒരു അഭിനേതാവ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ നിൽക്കുന്നതാണ്. ഈ ഷോയുടെ 100 ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ ആ ഒരു ഫെയിം 2-3 മാസം കാണുമായിരിക്കാം. പിന്നെ പലരുടെയും ലക്ഷ്യമുണ്ട്, സിനിമയിലേക്കുള്ള ഒരു വാതിലാണ്, പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഉദ്ഘാടനങ്ങൾ, മറ്റേ അംബാസഡർ ആക്കുക എന്നൊക്കെ ഉള്ള പരിപാടികളൊക്കെ സ്വപ്നം കാണുന്ന. അതുകൊണ്ടാണ് ഭയങ്കര ഇപ്പം തള്ളിച്ചകൾ.